പെരുന്നാളിന് വേണ്ടിയിട്ട് മുത്തൂനും അതുപോലെ തന്നെ പൊന്നൂസിനും മൈലാഞ്ചി ഇടാനും വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആൾ വന്നതാണ് കേട്ടോ. അപ്പം ഇതാ മുത്തൂന് മൈലാഞ്ചി ഇടുന്നതാണ്. ഞാനൊന്നും ഇട്ടിട്ടില്ല, അവൾക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കണ്ട, ഇട്ട് കൊടുക്കണ്ട കുഞ്ഞ മമ്മ കാണിച്ചോണ്ടാ. മമ്മ അയ്യോ, അടിപൊളി അടിപൊളി സൂപ്പർ. ആ ഭാഗമല്ല മറ്റേ, അങ്ങനെ അമർത്തല്ല അമർത്തല്ല, അത് കൊളായി പോവും, കൊളാവും. കുഞ്ചു ഇഷ്ടായോ കുഞ്ചുവിന്? എന്താണ് ബാങ്കിന് നേരെ പോയാലേ നമ്മളെ മറ്റേ രുചി ബേക്കറി എത്തല്ലേ, അതിന്റെ നേരെ പോയാലത് ക്ലബ് പൈസ ഉണ്ട്, അവിടെ പോയിട്ട് കൈ നേരെ വെക്ക്. ഞാൻ ഒന്ന് വീഡിയോ എടുത്തോട്ടെ. എന്തെന്നാ മോനല്ലോടെ വെക്ക്. അടിപൊളി. മമ്മ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട്. ആഹാ സുന്ദരി കുട്ടി. ആ ഓക്കെ. ഇജ്ജ് കൊളാക്കാനായിട്ട് നിക്കല്ലേ, നിക്ക് പൊന്നു, കയ്യും വെച്ചിട്ട്. ഇഷ്ടം പൊന്നോ, ഇതിന് മൈലാഞ്ചി ഇട്ട് കൊടുത്താലുള്ള അവസ്ഥ ഇതാണ്. എന്റെ കുഞ്ചു കൈ അടുക്കി വെക്ക്. അതിനെന്താണ് കൈന്റെ ഉള്ളം കൈയില് താമരന്റെ ടൈപ്പ് ഇതാ വികൃതി കളിച്ചിട്ട് അവിടെ ഒക്കെ പരുത്തി വെച്ചണ്ടില്ലേ, അവിടെ ഒക്കെ കൊളാക്കി. ഇതാണ് ഇവിടെ സ്വഭാവം. ഇതാ നോക്ക് നോക്ക്, ദേഷ്യം പിടിച്ചിട്ട്. എല്ലാം ഇട്ടതിന് ശേഷം ലാസ്റ്റ് ഞാൻ ഡിസൈൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. കുട്ടി നല്ല കുട്ടി, ലോകത്തില്ലാത്ത കുട്ടി. എന്താ ദേഷ്യം പിടിച്ചിരിക്കുന്നേ? ചിരിക്കി ആ പിന്നെ ഈ ഇത് കൈ വെച്ചിട്ട് ഞാൻ വൈകുന്നേരം വാങ്ങിത്തരാം. നമുക്ക് സാധനം വാങ്ങാനൊക്കെ പോവാല്ലേ, ഇല്ലേ? ആ ഇതാണ്. അപ്പൊ ഗൈസ് എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പൊ മാസം കണ്ടു. ഇനിയിപ്പം നമ്മൾ ഓൾറെഡി പർച്ചേസിംഗ് ഒക്കെ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ന് കുറച്ച് ചിക്കനും മട്ടനും ബീഫ് അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെ മതി. അപ്പം നമ്മള് ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഓൾറെഡി പൊന്നൂസിനും റനക്കും ഇന്ന് രാവിലെ മൈലാഞ്ചി ഇടാൻ ആള് വന്നിട്ട് മൈലാഞ്ചി കിട്ടണം. അതിന് ഞാൻ എടുത്തിട്ടുണ്ട്. അത് മൈലാഞ്ചി കിട്ടും. ലവ് യു. മൈലാഞ്ചി ഒക്കെ ഇടാൻ ആള് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആരും ഇട്ടരാനില്ല പാവം, നമ്മളെ കയ്യോക്ക് ആരും ഇട്ടുന്നില്ല. എന്നാ പിന്നെ രസായി. അപ്പൊ നല്ല മണം കിട്ടത് നമുക്ക് ഇടണ്ട, പണിയുള്ളതാ. അപ്പം സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. നല്ല തിരക്കായിരിക്കും, ബീഫിന്റെ കടയിലൊക്കെ നല്ല ഹെവി തിരക്കായിരിക്കും. അപ്പൊ അതൊക്കെ പോയി തിരക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറ്റുന്ന രീതിയിൽ വീഡിയോ എടുക്കാം. അപ്പൊ ഞാൻ പെരുന്നാൾ രാവിന്റെ വീഡിയോ ഒരുമിച്ചാണ് കേട്ടോ ഇടുന്ന, ഒരു വ്ളോഗായിട്ടാണ് ഇടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ എടുക്കും, അത് വേറെ ഇടും കേട്ടോ. അപ്പൊ ടാറ്റാ, നമ്മൾ പോയി വാങ്ങിച്ചു വരട്ടെ കേട്ടോ. എനിക്ക് നല്ല കോൾഡ് വെച്ചാൽ അത് ഇടയ്ക്കിടയ്ക്ക് വരും. ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ കോൾഡ് കൂടുതലല്ല കോൾഡ്, ഭയങ്കര അലർജിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നല്ല കോൾഡാണ്, അതെനിക്കുള്ളതാ. പെരുന്നാരാവിന് 8ന്റെ പണി കിട്ടും. ടാബ്ലറ്റ് കഴിച്ചിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് മാറും. അപ്പം ടാറ്റാ, ഇതൊക്കെ കളിച്ച് കൂട്ടുന്നത് ഇത്. അപ്പം ഇതാ നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി പോവാണ്. സ്കൂട്ടറിലാണ് കേട്ടോ പോകുന്നത്. മോൻ്റെ കൂടാതെ മോനതാ സ്കൂട്ടർ താഴെയുണ്ട്. ഇതാ പൊന്നു. അപ്പം നിങ്ങൾ വിചാരിക്കട്ടെ ത്രിബിൾ അടിച്ച് പോവാണ് ഇത്. ഇവിടെ അടുത്താണ്, എന്താ പറയുക, ഇവിടെ അടുത്തുള്ളതാ. അപ്പം പിന്നെ നമുക്ക് ദൂരമൊന്നും ഇല്ല. അപ്പം പിന്നെ ത്രിബിൾ അടിച്ച് പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ എന്താ വാഴാറ്റൂന്റെ പ്രൊമോഷൻ കൊടുക്കുന്നോ? അതില് വാഴാറ്റു ഇറങ്ങുന്നുണ്ട്. അതിലെ വാഴ ആയിട്ടുള്ളതാണ് പൊന്നോസ്. അതിലെ വാഴയാണ് ഇതാ ഈ കാണുന്ന പൊന്നോസ്. ഇപ്പൊ മനസ്സിലായില്ലേ വാഴാറ്റൂൽ ആരാണ്? മെയിൻ കഥാപാത്രമായ വാഴയാണ് നമ്മുടെ പൊന്നൂസ്. അതോ വന്ന്. അപ്പൊ നമ്മൾ സാധനം വാങ്ങാൻ പോട്ടെ. നല്ല തിരക്കായിരിക്കും, നല്ല തിരക്കുണ്ടാവും. എന്തായാലും വേഗം പോട്ടെ. അപ്പൊ ശരി. അതെ വന്ന് ബൈ. നിങ്ങൾക്ക് ഞാനൊരു കടയിലുള്ള തിരക്ക് കാണിച്ചു തരാം. ഞാൻ സാധനം വാങ്ങാൻ വന്ന, അതായത് ബീഫും മട്ടനും വാങ്ങാൻ വന്ന കടയിലെ തിരക്ക.
ഇത് എപ്പോഴാ ഇവിടുന്ന് കിട്ടാതെ പഠിച്ച റബ്ബിനേ അറിയുള്ളൂ. എന്തായാലും പോയി ക്യൂ നിൽക്കട്ടെ. നീണ്ട കാത്തിരിപ്പിന് ശേഷം അങ്ങനെ നമ്മളെ കയ്യിലെത്തിയിരിക്കുന്നു. പടച്ചോനെ, എത്ര നേരം ക്യൂ നിൽക്കണമെന്ന് അറിയോ? ഇനി നിങ്ങൾക്ക് ക്യൂ കാണിച്ചിട്ട് ഞാന് ഇതാ വീണ്ടും ഉള്ള ക്യൂ ഇതാ. ഇത് എപ്പോ തീരുമെന്ന് ആർക്കറിയാം പടച്ചോനെ. പൊന്നൂസിന്റെ അത്ര വലിപ്പമുള്ള പൂത്തിരി കണ്ടിക്കണോ? ഞാൻ ആദ്യമായിട്ട് കാണാണ്. കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇതാ ഞങ്ങള് കുറച്ച് ക്രാക്കേഴ്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. കുറച്ച് വാങ്ങി. എനിക്ക് പൊട്ടുന്ന ടൈപ്പ് സാധനത്തിനോടൊന്നും താല്പര്യമില്ല. ഇതെന്തായാലും ഞാൻ വാങ്ങുന്നുണ്ട്. ഇതാ പൊന്നൂസ് ഓരോന്നും കണ്ടിട്ട് ഇപ്പൊ ഓരോന്ന് ചോദിക്കും. ഗിറ്റാറാ മേലെ പോയി അതൊന്നും വേണ്ട. ഇതെന്താ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂത്തിരി. ഇനി ഏതാ പൊട്ടുന്ന ടൈപ്പ് ഒരു സാധനം വേണ്ട. അത് പൊട്ടുന്നില്ല. പൊട്ടുന്ന വേണ്ട. അത് വേണ്ട. അത് ഞാൻ വാങ്ങൂല മോളെ. ഈ സാധനം ഏതാന്നറിയോ? പൊട്ടുന്ന വാങ്ങില്ല. ആ സാധനം പൊട്ടുന്ന എന്തായാലും എനിക്ക് ഇഷ്ടമല്ല. അത് മേലോട്ട് പോയി കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയപ്പോൾ എനിക്ക് പേടി പിടിച്ചിരിക്കണ്. വേണ്ട, വേറെ എന്തെങ്കിലും. എന്തായാലും നമ്മൾ കുറച്ച് സാധനം വാങ്ങട്ടെ. സോറി, നമ്മള് ഇതൊന്ന് വാങ്ങുന്നുണ്ട്. നല്ല അടിപൊളിയാന്ന് പറയുന്നുണ്ട്. സ്കൈ ഷോട്ട് ഒന്നും വേണ്ട, ഇത് മതി. ഇതൊന്ന് വാങ്ങുന്നുണ്ട്. ഇതൊന്ന് എടുത്തോളി കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മള് കുറച്ച് പെരുന്നാരാവിന് നമുക്ക് നോർമലി ഉള്ളതാ. പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങാം. രാത്രി നോമ്പ് തുറക്കുന്ന സമയത്ത് അധികം നമ്മള് വാങ്ങി ഇമ്മ കൈ തക്ക നമ്മള് അധികം സാധനങ്ങൾ ഉണ്ടാക്കാറില്ല. കാരണം പെരുന്നാളിൽ അധികം പണി ഉണ്ടായതിനെ കൊണ്ട് ഞങ്ങളുടെ ഫുഡ് വളരെ കുറവാണ്. പെരുന്നാരാവിന്റെ അന്ന് ആ ഒരു നോമ്പ് 29, നോമ്പ് ചിലപ്പോ 29 ചിലപ്പോ 30 ആയിരിക്കും. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മള് വളരെ 29-നും 30-നും വളരെ കുറച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുക. ഫുഡെല്ലാം നമ്മള് നോർമലി ഉണ്ടാക്കൂല. സ്നാക്സ് എന്തേ ഉണ്ടാക്കുള്ളൂ. അപ്പൊ നമ്മളിതാ ഷവർമ്മ പുറത്തുനിന്ന് പാർസല് വാങ്ങിച്ചതാ. അപ്പൊ നമ്മള് കഴിക്കട്ടെ കേട്ടോ. നല്ല വിശക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പൂത്തിരി മാത്താപ്പും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ കത്തിക്കണം. നിങ്ങൾ കാണുന്നുണ്ട് പൂത്തിരിന്റെ വലുപ്പം നോക്കിട്ട്. നിങ്ങളുടെ നാട്ടില് പൂത്തിരിയാണോ നോക്ക് പിടിച്ചിട്ട്? ജോനെ, ഇത് ശരിക്കും നോക്ക്. ഈ പൂത്തിരി എന്ന് കത്തിത്തീരുമെന്ന് ഒരു ഇതും. അരമണിക്കൂർ എന്തായാലും പിടിക്കും മിക്കവാറും. ഇത് നോക്ക്, ഇതിപ്പോ സാധാ പൂത്തിരി. ഇത് എന്താ പറയാ, ആകാശത്തേക്ക് പോയിട്ട് പൊട്ടണ സാധനം എടുക്ക്. പൊട്ടുന്നതല്ല, പൂത്തിരി. എന്തിനാ അതിന്റെ പേര്? മാസാപ്പൂ. മാത്താപ്പ് എടുക്ക്. അടിപൊളി. ആയിട്ടില്ല. നോക്കേ. സൂപ്പർ. എന്ത് കേക്കത്തില്ല ഈ പാടുന്നേ? Wow, super. ഇല്ല, കത്തിയില്ല. സൂപ്പർ. അടിപൊളി. ഗൈസ്, ഈ ഒരു സാധനം ഉണ്ടല്ലോ, അടിപൊളി. ഒന്നും പറയാനില്ല. വേറെ റേഞ്ച് സാധനം. ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഒത്തിരി നല്ലത്. കൊറേ നേരം നിക്കുന്നുണ്ട്. മൂന്നും കത്തിയാ? മൊത്തം റോട്ടുമെന്ന് മാറ്റിക്കാള്. ഫുള്ളും കഴിഞ്ഞോ? മൊത്തം കഴിഞ്ഞോ? അങ്ങനെ നമ്മളെ പെരുന്നാരാവ് ഇതാ ഏകദേശം ഇതെല്ലാം കത്തിച്ച് തീർത്തു.
കൊറേ ഇവിടെ റോട്ടിലും കൊറേ അപ്പുറത്തെ സൈഡിലും തൊടി ഉണ്ടായതിനെ കൊണ്ട് ഫുൾ അതിലേക്ക് ഇടാൻ പറ്റും. പെരിപ്പെരിയാ അല്ല, ഞാൻ മാറിക്കട്ടെ ഒരു മിനിറ്റ്. അല്ല, ഇതൊക്കെ തടിഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ. ആകെ പുക മണമാണ് ഇത് മൊത്തത്തില്. വാവ്, എല്ലാവരും നല്ല. അപ്പം പെരുന്നാരാവ് വ്ളോഗ് ഇവിടെ ഏകദേശം അവസാനിപ്പിക്കുകയാണ്. പെരുന്നാൾ വ്ളോഗ് വേറെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്ക് പറയും. എല്ലാരും ഈദ് മുബാറക്ക് പറയും. ഈദ് മുബാറക്. എനിക്ക് പച്ച പൊട്ടിക്കണോ? സാധാ